ഹലോ, ദിസ് ഈസ് മീ അഡ്വക്കേറ്റ് റുക്സാന. ഞാൻ ഇന്നൊരു കുഞ്ഞു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ പാടില്ലാത്തൊരു പാഠം, അങ്ങനൊരു പാഠം ഉണ്ടാവുമോ? എന്നാൽ അങ്ങനൊരു പാഠമുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര വലിയ അധ്യാപകനായാലും എത്ര വലിയ മനുഷ്യനായാലും ആരായാലും ഈ ഒരു പാഠം പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ പാഠം പഠിക്കരുത്. ഉഴപ്പനാണെന്ന് വിചാരിച്ചോട്ടെ, എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഈ പാഠം പഠിക്കരുത്. എന്താ പാഠം എന്നാണോ? ഞാൻ ഒരു മനുഷ്യനെയും സ്നേഹിക്കില്ല എന്ന പാഠം, ഞാൻ ഒരു മനുഷ്യനെയും പരിഗണിക്കില്ല എന്ന പാഠം, ഞാൻ ഒരു മനുഷ്യനോടും നന്ദികേട് കാണിക്കില്ല എന്ന പാഠം. ഈ ഒരു പാഠം നമ്മളെ പഠിപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേര്, അത് നമ്മുടെ സുഹൃത്തുക്കളാവാം, നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരുപാട് എന്ത് ബന്ധമിട്ട് വിളിച്ചാലും പല രൂപത്തിലും പല ഭാവത്തിലും മനുഷ്യന്മാർ വരും. അവരൊക്കെ നമ്മളെ വേദനിപ്പിക്കും, നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ നമ്മളെ ഹേർട്ട് ചെയ്യും, നമ്മളെ ചതിക്കും, ഈ ലോകത്തോട് തന്നെ ട്രസ്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യരുത്? അവർ നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചൊരു പാഠമുണ്ട്. എന്ത്? നമ്മൾ ഇനി ഒരു മനുഷ്യനെ ഇവരിൽ നിന്ന്, അത് നമ്മുടെ പാരൻ്റ് ആവാം, നമ്മുടെ സിബ്ലിങ്സ് ആവാം, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, നമ്മുടെ ടീച്ചേഴ്സ് ആവാം, അതുപോലെ നമ്മുടെ പാർട്ട്ണർ ആവാം, നമ്മുടെ മക്കളാവാം, ആരായാലും ഒരുപാട് വേദനയിലൂടെ ഒരുപാട് അവഗണനയിലൂടെ നമുക്ക് ഇനി ഒരു മനുഷ്യനെ ഞാനിതുപോലെ സ്നേഹിക്കില്ല, ഇനി ഒരു മനുഷ്യനെ ഞാനിതുപോലെ പരിഗണിക്കില്ല, ഞാൻ ഇനി ഒന്നിനും നന്ദിയില്ലാത്ത ഒരാളായിട്ട് ജീവിക്കും, എനിക്ക് ഡിറ്റാച്ച്ഡായി ജീവിച്ചാൽ മതി എന്നൊക്കെ തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങളും അതുപോലത്തെ മനുഷ്യന്മാർ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷേ എത്ര കൊടികുത്തിവാണവനാണെങ്കിലും എത്ര വലിയ കൊമ്പനാണെങ്കിലും നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാഠം പഠിക്കരുത്. അതിനു പകരം വാട്ടെവർ നമ്മൾ ഈ നേച്ചറിനെ, ഈ യൂണിവേഴ്സിനെ, ഇവിടെയുള്ള മനുഷ്യന്മാരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. ആ പാഠം പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച ആളുകൾ വാട്ടെവർ എക്സ് ഓർ വൈ, അവരോട് പറയുക, പോയി പണി നോക്കൂ. എൻ്റെ ഉള്ളിൽ ഈ പ്രപഞ്ചം തന്നിട്ടുള്ള, ഈ ദൈവം തന്നിട്ടുള്ള ഒരുപാട് സ്നേഹമുണ്ട്. എനിക്ക് സ്നേഹിക്കണം, എനിക്ക് സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം, എനിക്ക് സ്നേഹിച്ച് ജീവിച്ച് മരിക്കണം എന്ന് നമ്മൾ പറയുക, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുക. ഞാൻ എന്തായാലും ഈ ഒരു